നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ പുളിങ്ങോം വില്ലേജിൽ കോഴിച്ചാൽ താമസിക്കുന്ന കവുങ്ങുകാട്ടിൽ ജോസഫിന്റെ മകൻ ജിൻസ് ജോസഫ്. 28 വയസ്സ് മാത്രമുള്ള ഈ യുവാവ് ഇന്ന് ഒരു വൃക്ക രോഗിയാണ്. എൻ്റെ പേര് ക്ലാരമ്മ, എൻ്റെ മോൻ്റെ പേര് ജിൻസ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസഫ്. മൂത്ത മോന് ജീസ്, അവന് 31 വയസ്സുണ്ട്. ഇളയ മോന് 29 വയസ്സുമുണ്ട്. 3 വർഷമായി അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട്, അതായത് 26 വയസ്സായപ്പോൾ. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ മരുന്ന് കഴിച്ചെങ്കിൽ ഇടയ്ക്കൊന്നും അല്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് മരുന്ന് മുടങ്ങിയായിരുന്നു. കണ്ണൂർ ബേബിയിലാണ് ചികിത്സ. ആദ്യമേ ജീം കെയർ ആയിരുന്നു, ഇപ്പോൾ അത് ബേബിയിലാണ് ചികിത്സ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുമായിരുന്നു. കഴിഞ്ഞ ജൂൺ 25-ാം തീയതി പെട്ടെന്ന് ഒരു പനിയോടുകൂടി, ഒരു ജലദോഷപ്പനിയോടുകൂടി അങ്ങ് കൂടുതലായി. അങ്ങനെ സീരിയസ് ആയി. ആംബുലൻസ് കൂട്ടി ഇവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെ ഒരാഴ്ച അവിടെ കടന്നു, ചികിത്സിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജൂൺ 25-ന് അവിടെ അഡ്മിറ്റായി. 26 മുതൽ ഡയാലിസിസ് തുടങ്ങി. 30-ന് അവിടുന്ന് ഡിസ്ചാർജായി പോന്നു. ജൂലൈ 2-ാം തീയതി കരുവഞ്ചാൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് മുടങ്ങാതെ ആഴ്ചയിൽ 3 തവണ ചൊവ്വ, വ്യാഴം, ശനി 3 ദിവസങ്ങളിൽ പോകണം. ആദ്യമൊക്കെ വെളുപ്പിനെ 3:30 ആകുമ്പോഴത്തേക്കും അവിടെ 4:45-5 മണിയാകുമ്പോൾ അവിടെ ചെല്ലണമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ മഴക്കാലമാണ് എല്ലാം കൂടെ ആയതുകൊണ്ട്, പിന്നെ വെളുപ്പിനെയാണെങ്കിൽ ബസ്സിന് പോകാമല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളൊക്കെ ഓട്ടോ കൂട്ടി പോകും. ഇവിടുന്ന് പ്രൈവറ്റായിട്ട് വണ്ടി കൂട്ടി പോകും. അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് മോന് ഉറക്കം, അന്നൊക്കെ ഇതിലുമൊക്കെ ക്ഷീണമായിരുന്നു ആളിന്. അതുകൊണ്ട് ഉറക്കം പോയതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ ശരീരത്തിൻ്റെ ക്ഷീണവും സാമ്പത്തികത്തിൻ്റെ പേരിലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഡയാലിസിസ് യൂണിറ്റിൽ അവിടെ പ്രത്യേകം ചോദിച്ച് വെളുപ്പിനെ ആക്കി. 9 മണിക്കത്തെ ഡയാലിസിന് പോകുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് 5:30 ആകുമ്പം പോകണം. ഇവിടുന്ന് 5:30 ആകുമ്പം പോയി കഴിഞ്ഞാൽ 7:45 ഹോസ്പിറ്റലിൽ ചെല്ലും. ഒരു 9-9:15 കൂടി ഡയാലിസിന് കയറി കഴിഞ്ഞാൽ ഒരു 1:30-ക്കുള്ളിൽ പോരാൻ പറ്റും ഡയാലിസിസ് കഴിഞ്ഞ്. ഇന്നിപ്പം ഇച്ചിരി താമസിച്ചാണ് പോകുന്നത്. ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഴിവതും നേരത്തെ ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടുന്ന് നേരത്തെ തന്നെ പെട്ടെന്ന് പോന്നു, കിട്ടിയ വണ്ടിക്ക് കയറി പോന്നു. പിന്നെ ഇടയ്ക്ക് ജനുവരി 8-ന്, അതുപോലെ ഡിസംബർ 15-ാം തീയതി ഞായറാഴ്ച രാവിലെ ഒരു 8 മണി കഴിഞ്ഞ സമയത്ത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് കൂടുതലായിട്ട് ബോധമൊന്നുമില്ലായിരുന്നു. ആരെയും തിരിച്ചറിയത്തില്ല, കണ്ണ് കാണുന്നില്ല, ഞാൻ പറയുന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല. ഡ്രസ്സ് എടുത്ത് തന്നെയായിട്ട് നോക്കുമ്പോഴത്തേക്കും അതുപോലും അത്രയും പോലും കണ്ണ് കാണുന്നില്ല, കണ്ണ് തുറന്നായിരിക്കുന്നെങ്കിലും. ഒരു തരത്തിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ആ തോട്ടിൽ കൊണ്ടുചെന്ന് ഞങ്ങൾ 3 പേര് കൂടി പിടിച്ചിട്ടാണ് അവിടം വരെ എത്തിച്ചത്. അങ്ങനെ വേഗം എത്തിച്ചത് കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അത് പറഞ്ഞു, കണ്ണിൻ്റെ ഇവിടെയുള്ള ചെറിയ നേരിയ ഞരമ്പാണ്, അത് പൊട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആളെ മനസ്സിലായത്. സ്വരം കേട്ട് കഴിഞ്ഞാലേ മാത്രമേ മനസ്സിലാവുള്ളായിരുന്നു, തിരിച്ചറിയത്തില്ലായിരുന്നു. ആൾക്കാരെ കണ്ടാൽ കണ്ണ് കാണത്തില്ല. പിന്നെ രാത്രിയിൽ ഉറക്കം തിപ്പിച്ചും കിടന്ന് പറയുക. ആശുപത്രിയിലാണെങ്കിൽ ബെഡേൽ അവൻ പോലും അറിയാതെ എഴുന്നേറ്റ് കയറി നിൽക്കുക. വളരെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഏതായാലും ഇപ്പം അങ്ങനെ പിന്നെ ജനുവരി 8-ാം തീയതിയും അതുപോലെ തന്നെ കൂടുതലായി ആശുപത്രി കൊണ്ടുപോയി. ഒരാഴ്ച അവിടെ കിടന്നു. ഇപ്പം ഫെബ്രുവരി മാസം മുതൽ വലിയ ക്ഷീണമൊന്നുമില്ലാതെ, വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങ് പോവുകയാണ്. ഇടയ്ക്ക് പിന്നെ ജനുവരി 8-ന് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം 1 മാസം അവിടെ കരുവഞ്ചാലിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു. ഇപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ് പോയിരുന്നത്. ജോസഫ് ക്ലാര ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്, ജിൻസും ജീസും. ജിൻസ്
AC, വാഷിംഗ് മെഷീൻ എന്നിവയുടെ മെക്കാനിക്കായിരുന്നു. കൊറോണയെ തുടർന്ന് നിർത്തിവെച്ചു. 2021 ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു. കോട്ടയം കാരിത്താസിലും രാജഗിരിയിലും ജോലി ചെയ്തു. ആ സമയത്താണ് അസുഖം തുടങ്ങിയത്. അതിനെ തുടർന്ന് ജോലിക്ക് പോകുവാൻ കഴിയാതെയായി. സഹോദരൻ ജിസ് വാർക്കപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ വീട് കഴിഞ്ഞു പോകുന്നത്. പിന്നെ മൂത്ത മോന് ഈ വാർക്കപ്പണിക്ക് ഹെൽപ്പറായിട്ട് പോകുന്നുണ്ട്. അവനാണ് വീടിൻ്റെ ഏക ആശ്രയം. മോനും ആണെങ്കിൽ ഇവനാണെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ജോലി കിട്ടിയതായിരുന്നു. ചെറിയ താഴ്ന്ന കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടിയതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറോണയ്ക്ക് മുമ്പായിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൊറോണയൊക്കെ ആയി കഴിഞ്ഞപ്പം പണിയില്ലാതായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പോയത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പോയി കഴിഞ്ഞ് ആലക്കോടാണ് പഠിച്ചത്. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വളരെ ഇതിനെക്കാട്ടിലും ഇരട്ടി തടിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഇരട്ടി തടിയുണ്ടായിരുന്നു. അവിടെ ചെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് നോക്കുമ്പോഴത്തേക്കുണ്ട് ഇവൻ ആ സമയത്ത് തന്നെ ഇവൻ്റെ ശരീരം അങ്ങ് ക്ഷീണിച്ച് ഭയങ്കര തളർച്ച. ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയും, അമ്മ എനിക്ക് എന്നാന്നറിയത്തില്ല, ഭയങ്കര ശരീരത്തിന് ക്ഷീണം, തളർച്ച. ഞാൻ പറഞ്ഞു, നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നും പറഞ്ഞ് നോക്കുമ്പോൾ BP ഹൈ ആണ്. അന്ന് 26 വയസ്സേ ഉള്ളൂ. കൂടുതലുള്ള കൂട്ടുകാരും അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞ് ഇത്രയും ചെറുപ്പത്തിലെ BP ഹൈ ആണ്, നിനക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, ഒന്ന് കാര്യമായിട്ട് നീ ഒന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ട് 2-3 ഡോക്ടർമാരെ കണ്ട് അവസാനം ഈ 3 ഡോക്ടർമാരും പറഞ്ഞു കുറേ ചെക്കപ്പുകളും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് പല ചെക്കപ്പുകളും നടത്തി കഴിഞ്ഞാൽ അറിയത്തുള്ളൂ, ഏതായാലും കൊള്ളാം, കിഡ്നിക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ടാണ് അവർ 3 ഡോക്ടർമാരും പറഞ്ഞത്. ജിൻസിന്റെ ചികിത്സയ്ക്ക് കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പണ്ടത്തെ യൂണിയൻകാരുടെയും ഒക്കെ സഹായത്താലാണ് പണം കണ്ടെത്തുന്നത്. അമ്മയാണ് ജിൻസിനോടൊപ്പം ഡയാലിസിസിന് കൂട്ടുപോകുന്നത്. ഇപ്പോൾ 2024 ജൂൺ മാസം മുതൽ തുടർച്ചയായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതുവരെ ഇത് ചെയ്തേ പറ്റൂ. ഒരു മാസം ഏകദേശം 9,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. പണ്ട് അമ്മ തൊഴിലുറപ്പിന് പോയിരുന്നതാണ്. ഇപ്പോൾ അതിനും പോകുവാൻ പറ്റുന്നില്ല. ജീവിതമാകെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ. എൻ്റെ ഭർത്താവിൻ്റെ മരുമകൻ്റെ മോന്, അതായത് എൻ്റെ മോനെക്കാട്ടിൽ 7 മാസത്തെ മൂപ്പുണ്ട്. അവന് ഈ കണ്ണൂർ ഈ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവനോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു കേസുണ്ട്, നമുക്ക് എവിടെ ആശുപത്രി പോകേണ്ടത്? ഞാൻ പറഞ്ഞു, വേറെ എങ്ങോട്ടും പോകണ്ട, ഇവിടെ മിഥുൻ രമേശ് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, നമുക്ക് പുള്ളിനെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ണൂർ പോകാൻ കാരണം. അതുകൊണ്ട് വേറെ ഒരു ആശുപത്രിയിലൊന്നും കാണിച്ചിട്ടില്ല ഇതേവരെ. ആദ്യമൊക്കെ 2 ആഴ്ച കൂടുമ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ടത്. അന്നേരം ഇത്രയ്ക്കും ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ക്ഷീണം കുറച്ച് കുറഞ്ഞപ്പോൾ 1 മാസമായി. 1 മാസം ആകുമ്പം ചെല്ലാൻ പറയും. ഇപ്പോൾ 1.5 മാസം ആകുമ്പോഴാണ് ചെല്ലേണ്ടത്. ഈ കഴിഞ്ഞ തവണ പോയത് കഴിഞ്ഞ മാസം 21-ാം തീയതി. ഇനിയും മെയ് 7-ാം തീയതി പോകണം. നമുക്ക് സാമ്പത്തികമൊന്നുമില്ല. 50 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൻ്റെ അകത്ത് ഒരു 10-50 റബ്ബർ കാണും. പുള്ളിക്കിങ്ങനെ തീരെ ചിലപ്പോഴൊന്നും വെട്ടുകയില്ല. തീരെ പറ്റിയാലാകുമ്പോഴത്തേക്കും ഇത്രയും മരം വെട്ടാനായിട്ട് ആരും നമുക്ക് പുറത്തൊന്നും കൂട്ടാൻ പറ്റിയല്ലോ. അതുകൊണ്ട് പറ്റുമ്പം വെട്ടും, ഒരു 2 ഷീറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒരു കുടുംബം ജീവിച്ച് പോകുമല്ലോ. പിന്നെ ഞാനാണെങ്കിലും തൊഴിലുറപ്പിനും മറ്റു കൂലിപ്പണികൾക്കൊക്കെ പോകുന്നതായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഞാൻ ഒന്നിനും പോയില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ മോനെയും കൊണ്ട് പോകേണ്ട കാരണം ഒന്നിനും പോകാൻ സാധിച്ചിട്ടില്ല. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, പിന്നെ പാർട്ടിക്കാർ, വിവിധ സംഘടനകൾ, പിന്നെ ഓരോരോ വ്യക്തികൾ ഇന്നുവരെ സഹായിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിന് 1,100 രൂപ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഡയാലിസർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിന് 950 രൂപയാണ്. അങ്ങനെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 8 തവണ ഉപയോഗിക്കാൻ പറ്റും. 8 ദിവസം, അതായത് 8 തവണ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പം വീണ്ടും നമ്മളത് 950 രൂപ കൊടുത്ത് മേടിക്കണം. അന്നേരം ആദ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരിടത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആരെയും പരിചയമില്ലല്ലോ. പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ കാശ് കൊടുത്ത് തന്നെ മേടിച്ചു. അന്നേരം പാലിയേറ്റീവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അന്നേരം അവിടുന്ന് ഇത് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. നമുക്ക് അന്നേരം ഇവിടുന്ന് ഈ പുളിങ്ങോ പാലിയേറ്റീവാണ്. അവിടെ ഇതിൻ്റെ ഡയാലിസിൻ ചെയ്യുമ്പോൾ ഉള്ള ഇഞ്ചക്ഷൻ്റെ മരുന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളായിരുന്നു. ഡയാലിസർ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പം അവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെ
പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഡയാലിസിനായിട്ട് വരുന്നുണ്ട്. അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരും, അവർക്ക് അധികം കിട്ടുന്നത്. അതുകൊണ്ട് ഇതേവരെ അതിന് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം പിന്നെ നമുക്ക് പാലിയേറ്റീവിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് മരുന്നിനും കാശ് പോകും. അതിനൊക്കെ ഭയങ്കര വിലയുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് ഇപ്പം അതിനി ഇടയ്ക്കൊന്നും നിന്ന് പോകുമെന്നൊന്നും അറിയത്തില്ല. ഗവൺമെൻറ്റല്ല ഇതിൻ്റെ എല്ലാം ചിലവ് വഹിക്കേണ്ടത്. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വരവ് പോക്കാണ് ഏറ്റവും കഷ്ടപ്പാട്. ഇവിടുന്ന് പിന്നെ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ടാറിങ് വരെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് നടക്കാവുന്നത് ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് കൊണ്ട് എടുക്കുമായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം പിന്നെയും കുറച്ചുകൂടെ ഇതായി, ബെറ്റർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോഴും കാര്യം റോഡുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് മോശമല്ലേ. കട്ട് റോഡായതുകൊണ്ട് അവിടെ വരെ വണ്ടി വരും. പിന്നെ ഞാൻ പറയും, നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറയും, നമുക്ക് വേണ്ടമ്മേ, എനിക്ക് കുലുങ്ങുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മെല്ലെ അങ്ങ് നടന്നു പോരും. മൂന്ന് വർഷമായി അസുഖം തുടങ്ങിയിട്ട്. 1 വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം നടത്തി വരുന്നു. ഇതിന് തന്നെ ആഴ്ചയിൽ 2000 രൂപയോളം ചിലവുണ്ട്. ഡയാലിസിസിനു വേണ്ടി ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുവാൻ തന്നെ 35 കിലോമീറ്റർ ദൂരമുണ്ട്. വാഹനം കിട്ടുന്ന വഴി വരെ കുന്നിൻ്റെ മുകളിലുള്ള വീട്ടിൽ നിന്നും നടന്നെത്തണമെങ്കിൽ തന്നെ 45 മിനിറ്റോളം എടുക്കും. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ ഈ കോഴിച്ചാലിലെ ചോട്ടുകാരനായിരുന്നു. അതായത് 82 ആണ് ഞാൻ യൂണിൽ ചേർന്നത്, 1982. അതിനു മുമ്പ് ചോൺ എടുക്കുമായിരുന്നു. പക്ഷേ യൂണിൽ തുടങ്ങി, അത് കഴിഞ്ഞ് അവിടെ പണിയായി. അങ്ങനെ പണിയെല്ലാം കഴിച്ച് ഇപ്പോൾ ഈ ചോടായപ്പം ബസ്സിൻ്റെ മുകളിലൊക്കെ കയറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസം. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ചാച്ചനും അമ്മയൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ്. കോഴിച്ചാൽ സിറ്റി തന്നെയാണ് എൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ. സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് അങ്ങനെ കുറേശ്ശെ പണിയെടുത്ത് ഒരു 50 സെൻറ്റ് സ്ഥലം, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം വാങ്ങി. അതും കഴിഞ്ഞ് പണിയെടുക്കാൻ മേലാതെയായി. ഇപ്പോൾ ഒരു 15 വർഷമായി ഞാൻ ഈ പണിയിൽ നിന്ന് രാജിവെച്ച് ഒഴിവായി പോയിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് എന്നാലും ഇപ്പം ശ്വാസം മുട്ടുണ്ട്. ദൂരം നടക്കത്തില്ല. അതായത് കയറത്തില്ല, ഇറക്കാതെ ഇറങ്ങിപ്പോവാം. ഇപ്പോൾ കോഴിച്ചാൽ വരെ പോവുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു 120 രൂപ തൊട്ട് ഓട്ടോ കൂട്ടിയിട്ട് എനിക്കുള്ള ഒരുത്തുള്ളൂ. അതുകൊണ്ട് കോഴിച്ചാൽ പോക്കില്ല. വല്ലപ്പോഴും മാത്രമേ പോകുള്ളൂ. പിന്നെ വീട്ടുകാരുണ്ട്. പിന്നെ എൻ്റെ മകനെ കൊണ്ട് ആശുപത്രി പോകാൻ ഈ സമയത്ത് പോകാനും വരാനും ബുദ്ധിമുട്ടായതുകൊണ്ട്, എൻ്റെ ശരീരത്തിന് ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ അമ്മേനെ ഏൽപ്പിക്കും. അമ്മയാണ് കൊണ്ടുവരുന്നു, എല്ലാ കാര്യം ചെയ്തു. ആശുപത്രി ചിലവ് എല്ലാം ഇങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ഒരു 50 റബ്ബറുണ്ട്. അത് 1.5 വെട്ടുന്നത്. ആഴ്ച 3 വെട്ട് വെട്ടണം. അത് ചിലപ്പം നടക്കുകയില്ല. ഇന്ന് വെട്ടേണ്ട ദിവസമായിരുന്നു, ഇന്ന് ഞാൻ വെട്ടിയിട്ടില്ല. ഇനി ശ്വാസം മുട്ടലാണ്. രാവിലെ ഏറ്റാലും ആ റോഡ് വരെ കയറി കഴിയുമ്പോഴത്തേക്ക് മരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു 2-3 സ്ഥലത്ത് ഇരുന്നിട്ട് കയറി പോകുന്നു. അങ്ങനെ വളരെ ദയനീയമായ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ളത്. അപ്പൻ ജോസഫ് ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ രാജിവെച്ചിട്ട് 15 വർഷമായി. താമസിക്കുന്ന സ്ഥലത്ത് 50 റബ്ബർ മരങ്ങളാണുള്ളത്. അതിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെട്ടുമായിരുന്നു. ഇപ്പോൾ ശ്വാസമുട്ടൽ കാരണം കയറ്റം കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ പണിയും മുടങ്ങി. എൻ്റെ ജിൻസ്. ഇപ്പോൾ എനിക്ക് 29 വയസ്സുണ്ട്. ആദ്യം ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്ലാസ് കഴിഞ്ഞ് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അന്നേ അവിടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അന്നേരം അതെടുത്തപ്പോൾ BP ഹൈ ആയിരുന്നു. പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആണ് ചെക്കപ്പ് നടത്തി. ലാസ്റ്റാണ് കിഡ്നി സംഭവം ഫെയിലിയറാണെന്ന് അറിഞ്ഞത്. പിന്നെ അന്നേരം മരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ശ്വാസം മുട്ടൽ, പനി ഇതെല്ലാം വരും. പുറം വേദന, ചിലപ്പോൾ തലവേദന ഉണ്ടാകും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആകെ എനിക്ക് ശരീരത്തിൽ കൈക്ക് മാത്രമേ വേദന ഇല്ലാത്തതുണ്ടായിരുന്നുള്ളൂ ആദ്യം ഒക്കെ.
പിന്നീട് അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. ശ്വാസം മുട്ടൽ, പനി, പിന്നെ ചുമ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ഇപ്പം 3 പ്രാവശ്യമാണ് എനിക്ക് ഡയാലിസിസ് ഉള്ളത്. ചൊവ്വ, വ്യാഴം, ശനി. അതിൽ ഓരോ ഡയാലിസിന് കയറിയാൽ ഒരു 4 മണിക്കൂർ സമയം എടുക്കും. ചുരുങ്ങി 4 മണിക്കൂർ. പിന്നെ ഇത് സൂചി കുത്താനോ ഇത് ഊരാനും എല്ലാത്തിനും കൂടെ ആയിട്ട് ഒരു 15 മിനിറ്റ് 15-20 മിനിറ്റ് എടുക്കും, സമയമെടുക്കും. അങ്ങനെ എല്ലാം കൂടെ ഒരു 4-4.5 മണിക്കൂർ ഉള്ളിൽ സമയം എടുക്കും. ആദ്യം എനിക്ക് ക്ഷീണമൊക്കെ ആയിരുന്നു തുടങ്ങിയ സമയത്തും അതിന് ശേഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ പുറം വേദനയാണ്. അത് ഡയാലിസിസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. ഈ 4 മണിക്കൂർ കൂടുതൽ ഒരേ കിടപ്പ് കിടക്കുന്നതുകൊണ്ട് പുറം വേദനയും അതുപോലെ തന്നെ നമ്മുടെ പെടലിക്കും വേദനയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അമ്മ വൃക്ക കൊടുക്കുവാൻ തയ്യാറായതാണ്. പക്ഷേ അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അത് പറ്റാതെ വന്നു. ഇപ്പോൾ പുറത്തുനിന്ന് ലഭിക്കണമെങ്കിൽ 35 ലക്ഷത്തോളം രൂപ ചിലവ് വരും. ഈ അവസ്ഥയിൽ എന്തു ചെയ്യുവാനാണെന്ന് ഇവർ ചിന്തിച്ച് വിഷമിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് TV ശമരീനിലേക്ക് അപേക്ഷ തന്നത്. കണ്ണൂർ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നമുക്ക് 60 വയസ്സ് അപ്പാപ്പനൊന്നും അല്ലല്ലോ, പിന്നെ ചെറിയ മോനല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനല്ലേ, എനിക്ക് കൊടുക്കുന്നത് യാതൊരു കുഴപ്പവും ഇല്ല, എനിക്ക് മനസ്സാന്ന് പറഞ്ഞു. അന്നേരം ഓർത്തു എനിക്ക് അസുഖമൊന്നും ഇല്ലെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്. അന്നേരം അങ്ങനെ പിന്നെ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് ഷുഗറുണ്ട്, അതുകൊണ്ട് പറ്റുകയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ബേബിയിൽ നിന്ന് കോഴിക്കോട് ബേബിയിൽ ഞാനും പിള്ളേർ 2 പേരും കൂടെ പോയി. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ ബേബിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. അന്നേരം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇടയ്ക്കെല്ലാം മോന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. നല്ലൊരു പ്രതീക്ഷയോടുകൂടി അവൻ ഇരിക്കുമായിരുന്നു, അമ്മ തരുമല്ലോ എന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെ ഇരിക്കുമായിരുന്നു. കൂട്ടുകാരോടൊക്കെ ഫോൺ വിളിക്കുമ്പം പറയും, എടാ ഞാൻ അന്നേരം ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാം, അങ്ങനെ അസുഖമൊന്നും കുഴപ്പമില്ലെങ്കിൽ. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എനിക്ക് ഷുഗർ ഉണ്ടെന്നുള്ള മനസ്സിലാകുന്നത്. അതുവരെ എനിക്ക് യാതൊരു ഷുഗർ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, വേറെ പ്രശ്നങ്ങൾ എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. എനിക്കും ഒരു ജലദോഷം പോലും വളരെ അത്യപൂർവമായിട്ട് വരും. ആണ്ടിൽ വല്ല 1-2 തവണ കൂടിപ്പോയാൽ അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്കൊരു അസുഖമൊന്നും വരുന്നില്ല. അന്നേരം എൻ്റെ പ്രതീക്ഷ എനിക്ക് എൻ്റെ മോന് കൊടുക്കാം, എൻ്റെ മോനൊരു ജീവിതമാകട്ടെ. നമുക്ക് പണം ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരും, നമുക്ക് കിഡ്നി നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റുകയില്ലല്ലോ, മനസ്സായിട്ട് തന്നാലല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ മൂത്ത മോനെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അവനാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി ആ ഭാഗം ചിന്തിച്ചേയില്ല. ഞാൻ പിന്നെ സാരമില്ല, അമ്മയല്ലേ, അവരൊക്കെ ഇനിയും ജീവിതം കിടക്കുന്നതല്ലേ ഉള്ളൂ പിള്ളേർക്കാവും. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, മൃതസഞ്ജീവനിയിലെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു, അപകടമരണം മൂലം ഇങ്ങനെയുള്ളവരുടേത്. പക്ഷേ ഇപ്പം പണ്ടൊക്കെ ആൾക്കാർ ഒരുപാട് കൊടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ് എത്രയോ ആൾക്കാർ കണ്ണൂർ കോഴിക്കോട് ബേബി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഈ ഒരു വർഷം 8-10 കിഡ്നിയാണ് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലും ആരും ഇപ്പം തരാൻ മനസ്സല്ല. മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ കുടുംബക്കാർക്ക് ഇതിന് താല്പര്യവുമില്ല. പണ്ടൊക്കെ ആൾക്കാർ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മൃതസഞ്ജീവനി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 32ാമത്തെ ടോക്കണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 33 പേർക്ക് 31 പേർക്ക് കിട്ടിയിട്ടല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. ആണ്ടിൽ ഒരു 10 പേർക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാലും വർഷം 3 കഴിയണം, 4ാമത്തെ കൊല്ലമല്ലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നും തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി ദൈവത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. ഇത് സാധിക്കാൻ യാതൊരു കുഴപ്പവും കൂടാതെ, ആപത്തോ അപകടമൊന്നും വരാതെയും, പിന്നെ എങ്ങനെയെങ്കിലും ഒരു കിഡ്നി ആർക്കെങ്കിലും മനസ്സായിട്ട് തരാൻ മനസ്സാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കുവാണെങ്കിൽ, ആർക്കെങ്കിലും മനസ്സ് തോന്നുവാണെങ്കിൽ തോന്നട്ടെ, എൻ്റെ മോനൊരു നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നല്ലവരായ ഗുഡ്നസ് TV പ്രേക്ഷകർ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സാമ്പത്തികമായി ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്നും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു.
ഒരു മകൻ്റെ വരുമാനം കൊണ്ട് ജീവിത ചിലവും ചികിത്സാ ചിലവും കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവർ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ശമരിയൻ പ്രോഗ്രാമിലൂടെ അനേകർക്ക് ആശ്വാസമാകുവാൻ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നും പ്രതീക്ഷയേറ്റവരുടെ മുന്നിൽ ഒരു ആശാകിരണമായി മാറുവാൻ ശമരിയനെ പ്രാപ്തമാക്കുന്ന സുമനസ്സുകളായ നമ്മുടെ പ്രേക്ഷകർ സമക്ഷം ജിൻസ് ജോസഫിൻ്റെ ഈ അപേക്ഷ ദൈവനാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ അലിമോൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറാനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അലിമോൻ്റെ ഭാര്യ നെൽസാരിയയാണ്. അലിമോൻ 52 വയസ്സുള്ള ഒരു നാടക കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയ സംബന്ധമായ രോഗം മൂലം അദ്ദേഹത്തിന് ഓപ്പറേഷന് വേണ്ടി വരുന്നു. ഹൃദയത്തിന് ചുറ്റും കാൽസ്യം അടിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഹൃദയം വികസിക്കാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ ഫലമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. ശ്രീചിത്രയിലാണ് നടത്തിയത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വീണ്ടും ചികിത്സയിലാണ്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. 2 പേരെ കെട്ടിച്ചു വിട്ടു. ഒരാൾ ഇനിയും വിവാഹം കഴിക്കാനൊക്കെ ആയിട്ടുണ്ട്. അലിമോനായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം. ഇപ്പോൾ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് പണം സമ്പാദിക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടിവി അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും അദ്ദേഹത്തിൻ്റെ കാര്യം ഗുഡ്നസ് ടിവിയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നതിനും ഇടയായത്. അതിൻ്റെ ഫലമായിട്ട് ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിച്ചതിൻ്റെ ഫലമായിട്ട് 1,05,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. ആ തുക ഇപ്പോൾ ഞാൻ അലിമോൻ്റെ ഭാര്യ നെൽസാരിയെ ഇപ്പോൾ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഗുഡ്നസ് ടിവിയിലൂടെ ഈ അലിമോൻ്റെ കാര്യം അറിയിച്ചപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിന് നമുക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരും വലിയ സമ്പന്നരോ പണക്കാരോ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നത്. നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. എനിക്കറിയാം എങ്ങനെയുള്ള ആളുകളാണ് ഇതിന് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന്. പലരും ഫോണിലൂടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമുള്ള ആളുകളാണ് അവരെന്നാണ്. പക്ഷേ അവരുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരികയാണ്. മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും ഒക്കെ കാണുമ്പോൾ അലിയുന്ന മനസ്സുള്ളവരാണ് അതിന് തയ്യാറാകുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും അലിവുള്ള ഒരു മനസ്സ് നൽകിയതുകൊണ്ടാണ്, ഹൃദയം നൽകിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളോട് സഹകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആയുസ് നൽകിയും ആരോഗ്യം നൽകിയും, നമുക്ക് ആയുസില്ല അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ നീട്ടി നൽകുന്നുണ്ടെങ്കിൽ അത് കുറവുള്ളവർക്ക് നമ്മുടേതിൽ നിന്നും കുറച്ച് നൽകാൻ വേണ്ടിയാണ് എന്ന ആ ബോധ്യത്തിലേക്ക് കടന്നു വരുന്നതിനും അങ്ങനെ കൊടുക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അലിമോനെ പ്രത്യേകം നമുക്ക് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് സുഖമായി വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും സാധാരണ ജീവിതം നയിക്കുന്നതിനുമുള്ള എല്ലാ അനുഗ്രഹവും സർവശക്തനായ ദൈവം
നൽകണമേ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ആയുസ്സും ആരോഗ്യവും ഞാൻ നേരുന്നതോടൊപ്പം സന്തോഷവും സമാധാനപൂർണവുമായ ഒരു ജീവിതവും ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് നെൽസാരിയ, അലിമോൻ്റെ ഭാര്യയാണ്. ഹൃദയസംബന്ധമായ രോഗത്തെ തുടർന്ന് എൻ്റെ ഭർത്താവിന് ഒരു ശസ്ത്രക്രിയ വേണ്ടി വരികയും അത് ഗുഡ്നസ് ടി വിയിലൂടെ പ്രക്ഷേപണം നടത്തുകയും ചെയ്തു. ഗുഡ്നസ് ടി വിക്കും അതിൻ്റെ പ്രേക്ഷകർക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദി രേഖപ്പെടുത്തുന്നു.